ഓൾ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് കുഷ്ക ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിനെ പറ്റി തന്നെയാണ്. അതെ, ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അതൊരു സിറ്റി ആണോ, അതൊരു ഡിസ്ട്രിക്റ്റ് ആണോ, അല്ലെങ്കിൽ അതൊരു എന്താണ് ബാംഗ്ലൂർ? ഈ ബാംഗ്ലൂരിനുള്ളിൽ ബാംഗ്ലൂർ എവിടെയാ? ബാംഗ്ലൂരിനുള്ളിൽ ബാംഗ്ലൂർ ഇല്ല. ഇപ്പോൾ വയനാടിനുള്ളിൽ വയനാട് എവിടെയാണ്? സ്ഥലമല്ല, ഒരു സ്ഥലമില്ല. അതുപോലെ തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ കാര്യം. ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു ജില്ലയാണ്. ബാംഗ്ലൂർ റൂറലും ഉണ്ട്, ബാംഗ്ലൂർ അർബണും ഉണ്ട്. അതെ, അപ്പം രണ്ട് ഡിസ്ട്രിക്റ്റ് ആണ് ഉള്ളത്. ഒന്ന് ബാംഗ്ലൂർ അർബനും അതേപോലെ ബാംഗ്ലൂർ ഡിസ്ട്രിക്റ്റും. ഈ രണ്ട് ജില്ലയിൽ വരുന്ന എല്ലാ സ്ഥലവും നമ്മൾ ബാംഗ്ലൂർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ബാംഗ്ലൂർ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു സിറ്റി അല്ല, ഒരുപാട്. അതായത് ഏകദേശം പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 crore അടുത്ത്, 1.5 crore അടുത്ത് ഇവിടെ പോപ്പുലേഷൻ ഉണ്ട്. സോ അത്രയും വികസിച്ച് കിടക്കുന്ന ഒരു വലിയ സിറ്റിയാണ് ബാംഗ്ലൂർ. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പം ആ അറ്റം മുതൽ ഈ അറ്റം വരെ നോക്കുകയാണെങ്കിൽ ഇപ്പം യലഹങ്ക തൊട്ട് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഹൊസ്കോട്ട് തൊട്ട് നമ്മുടെ ഈ എവിടെയാ അറ്റം വരുന്ന എവിടെയാ, നമ്മുടെ കെങ്കേരി, ചെല്ലകെട്ട സൈഡ്. അപ്പം അങ്ങനെ വികസിച്ച് കിടക്കാണ് നമ്മുടെ ബാംഗ്ലൂർ. ഇപ്പം കേരളത്തിലൊരു സിറ്റി എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് സിറ്റി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെ സ്ഥലങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ കൊച്ചി എടുക്കുകയാണെങ്കിലും കൊച്ചി എറണാകുളം സൈഡ് കഴിഞ്ഞാൽ പിന്നെ ആ ജില്ലയിൽ വേറെ വേറെ സ്ഥലങ്ങളായിരുന്നു. ട്രിവാൻഡ്രത്തിന്റെ കാര്യത്തിലും സെയിം തന്നെ. പക്ഷെ ബാംഗ്ലൂർ വരുന്ന ബാംഗ്ലൂർ മൊത്തത്തിലൊരു സിറ്റിയാണ്, ജില്ല മുഴുവൻ സിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഓരോരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ബാംഗ്ലൂരിന്റെ ഉള്ളിലുള്ള ഓരോരോ സ്ഥലങ്ങൾക്ക് ഓരോരോ പ്രത്യേകതയുണ്ട്. അപ്പം നമ്മളിപ്പം ബാംഗ്ലൂരാന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഭിന്നിച്ച് കിടക്കുകയാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ സ്ഥലത്തിനോട് ഒരു മമതയും അതേപോലെ തന്നെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വിഷ്ണു എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ? ഞാൻ വൈറ്റ് ഫീൽഡ്. അമലോ? ഞാൻ രാമൂർത്തി നഗർ. ഞാൻ HSRലാണ്. അപ്പം നമ്മുടെ ഈ 3 സ്ഥലങ്ങളും നമ്മൾ, അതായത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ തന്നെയാണ്. ബട്ട് ഈ 3 സ്ഥലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നീ ഇപ്പം HSRലും അതേപോലെ വൈറ്റ് ഫീൽഡും വന്നിട്ടില്ലേ, നീ ഇപ്പൊ ഇതേപോലെ നമ്മൾ 3 സ്ഥലങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ കാണുന്നില്ലേ? അതായത് നല്ല രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഓരോരോ സ്ഥലങ്ങളും ഡെവലപ്പായി വന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പം ബാംഗ്ലൂരിന്റെ പണ്ടത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ആദ്യം തൊട്ടേ പറയുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം ബാംഗ്ലൂരിൽ ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും? എം ജി റോഡ് ആയിരിക്കും, മഹാത്മാഗാന്ധി റോഡ്. കാരണം എന്ന് വെച്ചാൽ അത് പുരാതന കാലം മുതൽ, അതായത് നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ഒക്കെ വന്ന് അവിടുത്തെ ഇപ്പം ബിൽഡിങ്സ് ആണെങ്കിലും ഇപ്പൊ അവിടുത്തെ ഒരുപാട് സ്റ്റാച്യൂസ്, മോണിറ്റർ അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും ആ ഒരു ഇപ്പോഴും ആ ഒരു സ്റ്റൈല്. അതെ, ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണാം പഴയ ബാംഗ്ലൂരിന്റെ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ MG റോഡിൽ പഴയ ലക്ഷറി വാഹനങ്ങൾ നിർത്തിയിട്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കിട്ടും. അതെ, അപ്പം പണ്ട് മുതലേ MG റോഡ് ഫേമസ് ആണ്. കാരണം എന്തുകൊണ്ടാണ് MG റോഡ് ഫേമസ്? എന്തിലാണ് MG റോഡ് ഫേമസ്? ഒന്ന്, ഈ പറയുന്ന പോലെ തന്നെ ഈ ബാംഗ്ലൂരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പബ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പബ് വന്നത് MG റോഡിലാണ്. സോ എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് വർഷം അറിയില്ല, ബട്ട് ബാംഗ്ലൂരിലെ ആദ്യത്തെ ഈ ഒരു പബ് സെറ്റപ്പ് വന്നത് MG റോഡാണ്. അപ്പം ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് ഇപ്പോഴും ബാംഗ്ലൂരിലെ തന്നെ പബ് ക്യാപിറ്റൽ ആയിട്ട് നിൽക്കുന്നതും MG റോഡാണ്. അതായത് ബ്രിട്ടീഷേഴ്സിന്റെ കാലം മുതൽ അവർ ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ഒത്തുചേരലുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ MG റോഡ് എന്ന് പറയുന്നത്. അതൊന്നും തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പം പബ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പോട്സ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള സ്പോട്സ് ആണ് ഒന്ന് ബ്രിഗേഡ് റോഡും ചർച്ച് സ്ട്രീറ്റും. ഇത് രണ്ടും MG റോഡിലാണ്. അതേപോലെ തന്നെ ഒരുപാട് ചർച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു, അവിടെ പോയിക്കാൻ വേറെ ഒരു വൈബാണല്ലേ. പണ്ട് ചെമ്പവിനോദിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മൾ വൈകുന്നേരം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഏറ്റവും ബെസ്റ്റ് ക്ലോത്ത്സും ഡ്രസ്സസും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഒരു യൂറോപ്പിലൊക്കെ ഉള്ള പോലെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവിടേക്ക് പോകുന്നു. എല്ലാവരും നല്ല ഡ്രസ്സിൽ പോകുന്നു, നല്ല അറ്റയറൊക്കെ ആയിട്ട് പോകുന്നു. അത് മാത്രമല്ല, ഒരുപാട് ടൂറിസ്റ്റ് വരുവാണെങ്കിലും അവരുടെയും ഫേവറേറ്റ് സ്പോട്ട് MG റോഡിലാണ്. നമ്മളിപ്പോൾ വീക്കെൻഡ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെ മാത്രമല്ല അവിടെ കാണുന്നത്, ഒരുപാട് ദേശത്തെ ആൾക്കാരെ നമ്മൾ കാണുകയും ചെയ്യും. അത് വേറൊരു ലോകമാണ്, കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ആദ്യം പോകുന്നത് MG റോഡ് തന്നെയായിരിക്കും, കാരണം അവർക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവും ഇതിനെ പറ്റി മാത്രം. അവിടുത്തെ ഒരു ആർക്കിടെക്ചർ ആണെങ്കിലും റോഡുകളുടെ ശൈലി ആണെങ്കിലും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയൊക്കെ ആണെങ്കിലും ഒരു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാക്കി സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതെ, ഡെഫിനറ്റ് ആയിട്ടും. അപ്പോൾ എന്തുകൊണ്ടും മറ്റുള്ള സ്ഥലത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വൈസും അതേപോലെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നത് MG റോഡാണ്. ആക്സസിബിലിറ്റി നല്ല രീതിയിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിന് ഓൾമോസ്റ്റ് ഒരു സെൻട്രലാണ്. അവിടെ തന്നെയാണ് നമ്മുടെ മറ്റുള്ള സ്ഥലത്തേക്കെല്ലാം ആക്സസ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം മെജസ്റ്റിക്, കബൺ പാർക്ക്, അങ്ങനെ. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്തൊരു ഏറ്റവും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഏതാണ് ബാംഗ്ലൂരിലെ? മെജസ്റ്റിക്. എന്തുകൊണ്ടാണ്? മെജസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ്. എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ, ബസ് സ്റ്റാൻഡ്. ബാംഗ്ലൂർ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് വരുന്നത് മെജസ്റ്റിക്കാണ്. അപ്പം ഒരാൾ വന്നിറങ്ങുന്നതോ അല്ലെ കയറി പോകുന്നതോ മെയിനായിട്ട് മെജസ്റ്റിക് എന്നായിരിക്കും. അതേപോലെ കുറെ മാർക്കറ്റ് ഉണ്ട് അവിടെ.
ചീപ്പായിട്ടുള്ള റോഡ് സൈഡിലുള്ള മാർക്കറ്റ് ആയാലും സിറ്റി സെൻറ്റർ പോലത്തെ മാളുകളും ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ കുറേ പേര് അവിടെ വന്നും പോകുന്നുണ്ട്. പിന്നെ KSR റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അതെ. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് തന്നെ നമുക്ക് വിളിക്കും. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ബാംഗ്ലൂരിൽ ഇതുവരെ വരാത്തവർ പോലും മെജസ്റ്റിക് എന്നുള്ള പേര് കേട്ട് കേൾവിയുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു അവിടെ മെജസ്റ്റിക് എവിടെയാണ്. ഞാൻ ചോദിച്ചത് മുമ്പ് താങ്കൾ മെജസ്റ്റിക്കിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ മുമ്പേ വന്നിട്ടില്ലെങ്കിലും മെജസ്റ്റിക് എന്ന് പറയുന്നത് അത്രയും ഫേമസ് ആണ്. കാരണം ഈ പറയുന്ന പോലെ ഒന്നീ ബസ് ടെർമിനൽസ് ഉണ്ട്, എല്ലാ നാട്ടിൽ നിന്നും വന്ന് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റ്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, വൺ ഓഫ് ദ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ വലിയ പ്ലാറ്റ്ഫോംസ് ആണ് മെജസ്റ്റിക്കിലുള്ളത്. എത്ര പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെട്രോന്റെ മെയിൻ ഈ മറ്റുള്ള റെഡ് ലൈൻ, അതേപോലെ പർപ്പിൾ ലൈനും ഗ്രീൻ ലൈനും കൂടി ജോയിൻ ചെയ്യുന്നതും മെജസ്റ്റിക്കിലാണ്. അതുപോലെ തന്നെ അവിടെയും ഈ പറയുന്ന പോലെ മാർക്കറ്റ്സ് ഉണ്ട്. ഒരുപാട് ചീപ്പായിട്ട് നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. അപ്പം ഇതാ MG റോഡ് എന്നപ്പോൾ നമ്മൾ മെജസ്റ്റിക്കിലേക്ക് വന്നു. മെജസ്റ്റിക്കിൽ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു വേറൊരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. ഏതാണ്? KR മാർക്കറ്റ്. അതെ, നമ്മുടെ കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ്. അപ്പം എന്താണ് നമ്മുടെ KR മാർക്കറ്റിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വൈസ് KR മാർക്കറ്റ് അത്ര പോപ്പുലർ ആവാൻ കാരണം? KR മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്കാ ലോക്കൽ മാർക്കറ്റാണ് ബാംഗ്ലൂരിത്തെ. അതിപ്പം ഫ്രൂട്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും വെജിറ്റബിൾസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എല്ലാവരും അവിടേക്കാണ് ആദ്യം എത്തിയപ്പെടുക. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ മറ്റ് ലോക്കൽ മാർക്കറ്റ്സിലേക്കാണെങ്കിലും അവിടെ നിന്നാണ് ആളുകൾ സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലേക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണാം അവിടെ ഭയങ്കര റഷ് ആയിരിക്കും. ഇപ്പോൾ ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പച്ചക്കറി വാങ്ങുന്ന ആളുകളുണ്ടാവും, വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് പോകുന്ന ആളുകളുണ്ടാവും. അതെ, ഫ്ലവേഴ്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം KR മാർക്കറ്റ് ആക്കുന്നത് ഫ്ലവേഴ്സ് ആണ്. അപ്പം നമ്മൾ അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാവിലെ 3 മണിക്കാണ് അവിടെ മാർക്കറ്റ് തുറക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും 3 മണിക്കൊക്കെ ആര് തുറക്കാനാണ്. ശരിക്കും 3 മണിക്കാണ് KR മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ടൈം. ആൾക്കാരൊക്കെ വന്ന്, അതായത് ചെറുകിട ഷോപ്പേഴ്സ് അവിടെ വന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട്, ഇവൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് ഈ പൂവിന്റെ കയറ്റുമതി നടക്കുന്നത് KR മാർക്കറ്റിലേക്കാണ്. മനോഹരമായ ബൊക്കകൾ അവിടെ കാണാൻ പറ്റും, വിവിധ തരത്തിലുള്ള പൂവുകൾ അവിടെ കാണാൻ പറ്റും. അതെ, കാരണം എന്ന് വെച്ചാൽ അത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഭയങ്കര ചീപ്പാണ്. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും എത്രയോ ചീപ്പിനാണ്. നമ്മുടെ ലാൽബാഗ് കാണാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ഫ്ലവേഴ്സ് കാണാൻ പറ്റും KR മാർക്കറ്റിൽ. അതെ, അപ്പം ഒരുപാട് വെൻഡേഴ്സ്, അതിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വലിയ വെൻഡേഴ്സ് മുതൽ ചെറിയ വെൻഡേഴ്സ്, ഷോപ്പ്, അതായത് ഇപ്പം ചെറുകിട വെൻഡേഴ്സ് ഫ്രൂട്ട്സിന്റെ ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ എല്ലാവരും ഈ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നടക്കുന്ന എല്ലാവരും നേരെ KR മാർക്കറ്റിൽ പോയിട്ട് സാധനം പർച്ചേസ്. രാവിലെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും മറ്റേ ചെറിയ ബൈക്കൊക്കെ നമ്മളെ ലൂണയൊക്കെ പോലത്തെ ബൈക്കിനകത്ത് ഒരുപാട് വലിയ പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും. അവരിങ്ങനെ പോകുന്നതാണ്. ഓട്ടോറിക്ഷന്റെ സൈഡിലാണെങ്കിലും സ്കൂട്ടറിന്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഓരോ സൈഡിലേക്ക് പോകുന്നതാണ്. അതെ, അപ്പം അത്രയും നല്ല ഒരു മാർക്കറ്റാണ് നമ്മുടെ KR മാർക്കറ്റ്. അതുപോലെ തന്നെ അത് കൺജസ്റ്റഡ് ആണ് ഓബിയസ്ലി. കാരണം ആൾക്കാർ ചീപ്പായിട്ട് വരുമ്പം, ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരുമ്പം ഓബിയസ്ലി അത്രയും റഷും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മാർക്കറ്റിന്റെ കാര്യം എടുത്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ഡെവലപ്മെന്റിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അടുത്തൊരു ലൊക്കാലിറ്റി എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ മല്ലേശ്വരം. ശരിക്കും മല്ലേശ്വരത്തിന്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മുംബൈ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു 10-20 കൊല്ലം മുമ്പേ ബാംഗ്ലൂർ കണ്ടവർ, അവരിപ്പം ഇപ്പോഴത്തെ ബാംഗ്ലൂരിന്റെ അവസ്ഥ കണ്ട് അവർ പറയും വി വാണ്ട് ടു ഗോ ബാക്ക് ടു ദ ഓൾഡ് ബാംഗ്ലൂർ. കാരണം ഇപ്പൊ ട്രാഫിക് കൂടി. അതെന്ന് പറയുന്നത് ഇനി ഒരിക്കലും കുറയില്ല കേട്ടോ. ഇനി ബാംഗ്ലൂരിന്റെ ട്രാഫിക് എന്ന് പറയുന്നത് ഇനി കൊല്ലം കഴിയുന്നവർ കൂടിയുള്ളൂ. കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓബ്വിയസ്ലി ട്രാഫിക്കും കൂടും. ബട്ട് ഒരു 20 കൊല്ലം മുമ്പേ ട്രാഫിക് ഒക്കെ കുറഞ്ഞ് കുറച്ചും കൂടി ഒരു എംപ്റ്റി സ്പേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഇതിലുള്ള ഒരു ബാംഗ്ലൂർ ആയിരുന്നു കണ്ടിരുന്നത്. ബട്ട് ആ ബാംഗ്ലൂർ ഇപ്പോൾ പോയി എന്നാണ് പ്രോപ്പർ ബാംഗ്ലൂരിയൻസിന്റെ ഒരു കംപ്ലൈന്റ്. അത് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ബട്ട് എന്നാൽ ഈ മല്ലേശ്വരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു ഓതന്റിസിറ്റി, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു പഴമ അവിടെ നിലനിൽക്കുന്നുണ്ട്. എസ്തെറ്റിക് ആയിട്ടുള്ള ബാംഗ്ലൂർ കാണണമെങ്കിൽ മല്ലേശ്വരം സൈഡ്, എസ്തെറ്റിക് ആയിട്ടുള്ള ബാംഗ്ലൂർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും മല്ലേശ്വരത്തിന് പോകണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ, കാരണം അത് അവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ് മോസ്റ്റ്ലി. അതായത് അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താ പറയുക, അവിടുത്തെ മെയിൻ റോഡ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ ഉള്ളിലേക്കുള്ള സ്ട്രീറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ പഴയ ഓൾഡ് ബാംഗ്ലൂരിനെ കാണാൻ പറ്റും. സ്ട്രീറ്റ്സ് ഒക്കെ എപ്പോഴും ഭയങ്കര കൺജസ്റ്റഡ് ആണ് ശരിക്കും. അപ്പം നമ്മൾ മല്ലേശ്വരം ശരിക്കും മല്ലേശ്വരത്തിന്റെ പ്രത്യേകത വേറൊന്നും എടുത്ത് പറയുന്നത്, നമ്മളെ RK നാരായണന്റെ ബുക്ക് ഉണ്ട് മാൽഗുഡി ഡേയ്സ്. അപ്പോൾ മാൽഗുഡി ഡേയ്സിൽ 2 സ്ഥലമാണ് മോസ്റ്റ്ലി കവർ ചെയ്തത്. ഒന്ന് മല്ലേശ്വരവും ബസവനഗുഡിയും. സോ കാരണം എന്ന് വെച്ചാൽ പ്രോപ്പർ ബാംഗ്ലൂരില്ലേ, അതായത് പ്രോപ്പർ ബാംഗ്ലൂരിന്റെ ആ ഒരു കൾച്ചർ ഉണ്ടാവില്ലേ, നമ്മളുടെ ആ ഒരു എന്താ പറയണ്ട ഒരു നാടൻ കൾച്ചർ, ആ ഒരു നാട്ടുമ്പുറം എന്നെല്ലാം പറയുന്നില്ല, അതിപ്പോഴും നമ്മൾ മല്ലേശ്വരത്ത് ചില സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡ് ജോയിൻസ് ലൈക്ക് CTR എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലി ഒക്കെ ഇതിനിടയ്ക്ക് വന്ന് ഫുൾ വൈറലായ ഒരു സാധനമാണ്. ബട്ട് CTR വിരാട് കോഹ്ലി ഒക്കെ വരുന്നതിന് മുമ്പേ ഉള്ള എത്രയോ കൊല്ലങ്ങളായിട്ട് ഫേമസ് ആയിട്ടുള്ള വെജ് ലവേഴ്സിന് പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ്.
വെജിറ്റബിൾസ്. കാരണം എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ട് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ബേസിക്കലി ബാംഗ്ലൂരിയൻസ് എന്ന് പറയുമ്പോൾ അവര് നോൺ വെജിറ്റേറിയൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ഒരു ഡിഷ് ഉണ്ട്, എന്താണെന്ന് പറയാൻ പറ്റുമോ, റവ ഇഡ്ലി. സോ റവ ഇഡ്ലി എന്നൊക്കെ പറയുന്നത് ബേസിക്കലി നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷസ് ഒരുപാട് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ മാറുന്നത്. ബട്ട് ഓതന്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ ഇപ്പോഴും മല്ലേശ്വരത്ത് ഈ പറയുന്ന പോലത്തെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ജോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മളിപ്പോൾ മലയാളീസ് ആണെങ്കിൽ പൊതുവെ മല്ലേശ്വരം പ്രിഫർ ചെയ്യാം. മല്ലേശ്വരത്ത് മലയാളീസ് പൊതുവെ കുറവാണ് ഉണ്ട്, പക്ഷെ എന്നാലും കുറവാണ്. അതെ, ബട്ട് മലയാളീസ് പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് വരുവാണെങ്കിൽ ഏറ്റവും ആദ്യം നിന്റെ മൈൻഡിൽ വരുന്നത് എന്തായിരിക്കും? എൻ്റെ ബാംഗ്ലൂരിലെ ഫേമസ് സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറയാം ന്യൂബൽ റോഡ് മത്തിക്കര ഏരിയ ആണ്. ഞാൻ ബാംഗ്ലൂർ ആദ്യം വന്ന സ്ഥലം അതാണ്. അവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ മടിവാള നമ്മൾ കൺസിഡർ ചെയ്യണം. മടിവാള ഫുൾ മലയാളീസ് ആണ്. അതെ, ഇപ്പോൾ ഇന്ദിരാനഗർ പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നോർത്ത് ഡോമിനേറ്റഡ് സൈഡാണ് മടിവാള, വൈറ്റ് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അതുപോലെ നമ്മൾ ശ്രീരാംപൂരൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി തമിഴ് ഡോമിനേറ്റഡ് സ്ഥലമാണ്. മാരത്തള്ളി എന്ന് പറയുമ്പോൾ തെലുങ്ക് ഡോമിനേറ്റഡ് സൈഡാണ്. നേരെ മറിച്ച് നമ്മൾ മത്തിക്കര ന്യൂബൽ റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട്. അത് അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആക്സസിബിലിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പിന്നെ കമ്പനീസ് ഉണ്ട്. അപ്പം എനിക്ക് താമസിക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ന്യൂബൽ റോഡ് ഏരിയയിലാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തോളം അവിടെ താമസിച്ചിരുന്നു. ഇപ്പോഴും ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോകണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ന്യൂബൽ റോഡ് തന്നെയാണ്. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത നീ ഉദ്ദേശിക്കുന്നത്? കാരണം ലൈക്ക് എല്ലാം ആക്സസിബിലിറ്റി ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണോ? കുറച്ചുകൂടെ പീസ്ഫുൾ ആണ്. ഇപ്പം മല്ലേശ്വരത്തിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് മത്തിക്കരയുടെ ചില ഏരിയാസ്. നമുക്ക് ആ പഴയ ബാംഗ്ലൂരിനെ അവിടെ കാണാൻ പറ്റും, പുതിയ ബാംഗ്ലൂരിനെ കാണാൻ പറ്റും. അവിടെ അത്ര റഷ് കുറവാണ്. അതായത് ഇപ്പോൾ ന്യൂബൽ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അറിയുന്ന ആളുകൾ മാത്രമേ അവിടെ ഷോപ്പിംഗ് ആയിട്ട് പോകുള്ളൂ. എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലമല്ല. പക്ഷെ അവിടെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പബ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കിട്ടും. അപ്പം മലയാളികൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. ബട്ട് മലയാളികൾ മാത്രമുള്ള ഒരു സ്ഥലം, മലയാളികൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? ഓഫ് കോഴ്സ് ജാലഹള്ളി. ഈ ജാലഹള്ളി എന്ന് പറഞ്ഞ ഒരു 70s വന്നുള്ള മലയാളീസ് അല്ലേ, പണ്ട് മുതലേ ഇവിടെ ആ ഒരു സെറ്റിൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ജാലഹള്ളി മത്തിക്കര സൈഡ് എന്ന് പറയുന്നത്. OG ബാംഗ്ലൂർ. അതെ അതെ, നമുക്ക് പക്ക ഒരു മലയാളി വൈബ് ആ ഏരിയ പോയാൽ കിട്ടും. അതായത് നമ്മുടെ HMTയിൽ വർക്ക് ചെയ്യാൻ വന്ന ആളുകൾ, ബെല്ലിൽ വർക്ക് ചെയ്യാൻ വന്ന ആളുകൾ, ബീനിയ ഇൻഡസ്ട്രി ഏരിയയിൽ വർക്ക് ചെയ്യാൻ വന്ന ആളുകൾ, ഇവിടെ എല്ലാം ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്ത ഒരു ഏരിയയാണ് ജാലഹള്ളി എന്ന് പറയുന്നത്. പിന്നെ ജാലഹള്ളിത്തെ പിള്ളേരെ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു സൺഡേ എടുത്തോ, രാവിലെ തന്നെ എണീറ്റ് നേരെ അയ്യപ്പെട്ടുമ്പോൾ പോയി പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുക, വായ നോക്കേണ്ടവർക്ക് വായ നോക്കാം. എന്നിട്ട് അവിടെ നേരെ ഇറങ്ങിയാൽ കണ്ട മലയാളി ഹോട്ടൽസ് ഉണ്ട്. അവിടെ പോയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും ചായയും, പുട്ടും കടലയും, വെള്ളപ്പം മുട്ടക്കറി. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു 3 മാസത്തോളം ജാലഹള്ളി ഏരിയയിൽ താമസിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സാറ്റർഡേ സൺഡേക്ക് ആകുമ്പോൾ രാവിലെ ഒരു കള്ളിമുണ്ടല്ല, നമ്മളൊരു വെള്ളമുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ജാലഹള്ളി അയ്യപ്പട്ടുമ്പോൾ അവിടെ പോയിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള മലയാളി പെൺകുട്ടികൾ ഉണ്ടാവും അവിടെ. അവർ പ്രാർത്ഥിക്കാൻ വരുന്നു, അവരെ വായി നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും പോയി ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ ഒരു ചായക്കടയിലേക്ക് പോയിട്ട് അവിടെ നല്ല മലയാളി ഫുഡ് കിട്ടും, പുട്ടും കടലയൊക്കെ ആയിട്ട് അത് കഴിച്ചു തിരിച്ച് റൂമിലേക്ക് പോകുന്നു. ഞാൻ പറയട്ടെ, എന്നിട്ട് ഈ മലയാളി ഹോട്ടലിൽ പോയി നല്ല ഫുഡും കഴിച്ച് നേരെ ഇറങ്ങി വന്ന് വീട്ടിൽ പോയി വീട്ടിലത്തെ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് ലഞ്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. വീട്ടിൽ തന്നെ അതൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങും. ഈ മിലിറ്ററിന്റെ കുറെ ക്യാമ്പ് ഉണ്ടല്ലോ അവിടെ ഏരിയയിലുണ്ടല്ലോ, അതിന്റെ സൈഡിൽ കൂടെ ഒരു വാക്കിടെ ഫ്രണ്ട്സിന്റെ അതെ അതെ. പിന്നെ അവിടെ 2-3 ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയിട്ട് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുക. രാത്രി ആകുമ്പോൾ HMT തിയേറ്റർ, മലയാളം മൂവീസ് മാത്രം രാത്രി കളിക്കുന്ന തിയേറ്ററാണ് HMT. അവിടെ പോയിട്ട് സിനിമ HMT പഴയ തിയേറ്റർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു വൈബ് വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലൂസിഫർ ഒക്കെ കണ്ടത് HMT എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീൽ. അതെ അതെ, ജാലഹള്ളി എന്ന് പറഞ്ഞാൽ പക്ക നാട്ടിലെത്തിയൊരു ഫീലാണ് നമുക്ക്. കാരണം എല്ലാ സാധനവും നമുക്ക് ചുറ്റുമുണ്ട്. നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും. അതായത് നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ് പോയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അങ്ങാടി ചേട്ടൻ എന്താ പറയുക, അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി നിൽക്കില്ല വൈകുന്നേരം. അതുപോലെ പഴയ മലയാളികളെ നമുക്ക് ആ സ്ട്രീറ്റ്സിലൊക്കെ കാണാൻ പറ്റും, ജാലഹള്ളിന്റെ സ്ട്രീറ്റ്സിലൊക്കെ. ഞാൻ പോയിട്ടില്ല എന്നല്ല, ബട്ട് ഒരുപാട് അവരൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പഴയ കള്ളിമുണ്ടൊക്കെ ചുറ്റിയിട്ട് ഒരു പകുതി കന്നഡയിലൊക്കെ സംസാരിച്ചിട്ട് നാട്ടുവർത്താനങ്ങളും പറഞ്ഞ് അവരിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. ശരിക്കും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുടക്കം മാത്രമേ ഉള്ളൂ. 5-6 സ്ഥലങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത്, ഒരു 5-6 സ്ഥലങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഈ പറഞ്ഞ പോലെ തന്നെ വിജൃംഭിച്ച് കിടക്കുക. നമുക്കിനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കോർമംഗലേക്ക് വരാനുണ്ട്, മടിവാളയുണ്ട്, മാർത്തഹള്ളി ഉണ്ട്, വൈറ്റ് ഫീൽഡ് ഉണ്ട്. അപ്പം ഓരോരോ സ്ഥലങ്ങൾ, കമ്മനഹള്ളി ഉണ്ട്. ഓരോരോ സ്ഥലങ്ങൾക്ക് ഓരോരോ പ്രത്യേകത ഉണ്ട്. അപ്പം ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡിലും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഇതിൽ നമുക്ക് കാണാം. ബാക്കിയുള്ള ഭാഗങ്ങളും അതേപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളും അവരുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തന്നെ പറയാം. അതെ, നമ്മൾ ഇൻ കേസ് ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡെഫിനറ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ പറയാം. അല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എടുത്ത് പറയണമെങ്കിൽ അതും കമന്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം
കുഷ്കാ കുഷ്കാട്ടോ. ബൈ.